ഞാനൊന്ന് പറയട്ടെ. ഭയങ്കര കഷ്ടമാണ് സാറേ നമ്മുടെ പോലീസുകാരുടെ കാര്യം. എന്താ സാറേ? ഞാൻ കോട്ടയം ജില്ലയാണ്, സാർ കണ്ണൂർ ജില്ലയാണ്. അതെ. നമ്മൾ ഈ രണ്ടുപേരും കൂടെ ഈ എറണാകുളം ജില്ലയിൽ വന്നിട്ട് മഫ്തി ഉണ്ടാക്കേണ്ട എന്ത് കാര്യമാണ് സാറേ? ശരിയാ, ഞാനും അത് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് സാറേ. നമ്മുടെ ഡ്യൂട്ടി അങ്ങനെ ആയി പോയില്ലേ, എന്ത് ചെയ്യാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സാറിന് പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ അല്ലേ? അതെങ്ങനെ സാർ അറിഞ്ഞു? അതൊക്കെ അറിയും. സാറിനെ പോലെ അസോസിയേഷനിൽ ബന്ധമൊന്നുമില്ലെന്നേ. ഒരു വർഷമായെങ്കിൽ ഇതൊക്കെ അറിയാനുള്ള സോഴ്സൊക്കെ എനിക്ക് ഫോഴ്സിലുണ്ട്. അപ്പം സാറിനൊന്ന് പേടിക്കണം. എന്നെ എന്തിനാണ് സാറേ പേടിക്കുന്നത്? അല്ലേ തന്നെ പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ അടിച്ച് കിട്ടിയേക്കുന്നത് എനിക്ക്. അല്ലെങ്കിൽ ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കോഴിക്കോട് ഒരു സംഘർഷത്തിൻ്റെ ഇടയ്ക്ക് ഒരു നേതാവിൻ്റെ തല അടിച്ച് പൊളിച്ചാണോ അത്ര വലിയ തെറ്റ്? പോട്ടെ, അല്ലെങ്കിൽ തൃശ്ശൂരിൽ ഇതേപോലെ തന്നെ പ്രതികളെയും കൊണ്ട് കോടതിയിൽ പോയപ്പോൾ അവരുടെ മുഖം മൂടി കൊണ്ടുപോയതാണോ തെറ്റ്? എല്ലാത്തിനും ഓരോരോ കാരണങ്ങളാണ് അവർ പറയുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പം തന്നെ നമ്മുടെ ഡ്യൂട്ടി ആയിട്ടില്ലേ, ബണ്ടിച്ചോറ് കേരളത്തിൽ വന്നതിന് നമ്മൾ എന്തിനാണ് സാറേ മഫ്തി ഇറങ്ങുന്നത്? അല്ല, ബണ്ടിച്ചോറ് ഇനി തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ അങ്ങനെ വന്നതായിരിക്കും. പിന്നെ സംസ്ഥാനത്ത് ഇത്രയും കള്ളന്മാർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നിൽക്കുമ്പോൾ ഇപ്പോൾ വേറെ പുറത്തുനിന്ന് കള്ളനെ കൊണ്ടുവരും. അല്ല, നമ്മൾ ജി പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടാവുമല്ലോ, ജമ്മു കാശ്മീരിൽ നിന്ന് ഒരാളെ ഇറക്കുമെന്നാണ് പറഞ്ഞത്. പറയാൻ പറ്റില്ല. ഓ, ഇനി അങ്ങനെ വേണോ? ജി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് മുഖവിലേക്ക് ഇടണം. അറിയത്തില്ല, നോക്കണ്ടേ വരും. ഇതിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെടാനാണ് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ശബരിമല ഡ്യൂട്ടി എന്ന് ചോദിച്ചത്. അതിൻ്റെ ഇടയ്ക്ക് അസോസിയേഷൻ സെക്രട്ടറിയുടെ വാദഭീഷണി വേറെ. എന്തായാലും ആ കാര്യത്തിൽ ഞാൻ ഭാഗ്യവാനാ. അടുത്ത 15 ദിവസം ഞാൻ ശബരിമല ഡ്യൂട്ടിയിലേക്ക് പോവുകയാണ്. സാറിനൊക്കെ എന്തോ ആവല്ലോ. ഹലോ, ആ സാറേ ടൗണിലുണ്ട്. എൻ്റെ അടുത്തുണ്ട് സാറേ, കൊടുക്കണം. ഓക്കെ, ശരി ശരി സാറേ, ശരി ശരി. പാലക്കാടല്ലേ? ഓക്കെ സാർ, ശരി ശരി ശരി. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. കട്ടായി. പണിയല്ലേ? ശരി, പണിയാ. ഇതിപ്പോൾ എന്താ സംഭവം? ആ പാലക്കാട്ടെ ഏതോ വിമത സ്ഥാനാർത്ഥിക്ക് വധഭീഷണി. അപ്പോൾ അവന് കൂട്ടുകിടക്കാൻ പോകണം. എനിക്ക് വയ്യ സാറ്. താനൊരു പോലീസുകാരനല്ലേ, വെറുതെ പറയിപ്പിക്കാറ്. അല്ല സാറേ, ഈ വിമത സ്ഥാനാർത്ഥിക്കൊക്കെ എന്തിനാണ് സാറേ നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്? ഈ വിമത സ്ഥാനാർത്ഥിക്ക് ഇത്രയും വധഭീഷണി ഉണ്ടെങ്കിൽ പിന്നെ മുന്നണി സ്ഥാനാർത്ഥിക്ക് എന്തോരം വധഭീഷണിയാണ്? അങ്ങനെയാണെങ്കിൽ അവർക്കൊക്കെ കൊടുക്കണ്ടേ? എടോ, മുന്നണിക്ക് സ്ഥാനാർത്ഥി ഇല്ല ഇവിടെ. മുൻ പ്രതിപക്ഷ നേതാവും മുൻ പ്രസിഡന്റും കൂടി ഇപ്പം തന്നെ അഭിപ്രായ വ്യത്യാസത്തിലാണ്. ഇപ്പം എപ്പോഴും ഉണ്ടല്ലോ. ഇതിപ്പോൾ എന്തിനാ? ഇതാ രോഹൻ തേങ്കൂട്ടത്തിൻ്റെ കേസാണെന്ന് പറഞ്ഞു. ഓ, പരാഗണം. പക്ഷെ പ്രൊട്ടക്ഷൻ ഒന്നും നടപടിയാവുന്ന കേസല്ല സാറേ. അവിടെ നിന്ന് താനീ പ്രേതത്തിനൊക്കെ കൂട്ടിരുന്നിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ഞാനിരുന്നിട്ടുണ്ട്. അതിലും വലുതൊന്നല്ല ഒരു സ്ഥാനാർത്ഥിക്ക് സംരക്ഷണം കൊടുക്കുന്നു, കേട്ടോ. എന്നാലിത് എങ്ങനെയാ സാറേ? സാറിനാണെങ്കിൽ അനുഭവം ഉണ്ടെന്നെങ്കിലും പറയാം. ഞാൻ വന്നിട്ട് 1 കൊല്ലം പോലും ആവുന്നില്ല. ഒരെന്നാലും ഇല്ല, പോണം. ഞാൻ എടുത്തെന്ന് പറയാനായിരിക്കും. ആ സാറേ, ആ ഫൈസൽ സാറുണ്ട്. ഇല്ല, പാലക്കാട്. അല്ല അല്ല സാർ, പ്രൊട്ടക്ഷൻ. ശരി സാർ, ശരി സാർ, ശരി. എന്താടാ വല്ലാതിരിക്കുന്നത്? പറഞ്ഞ് നാക്കെടുത്തില്ല. പാലത്തിൻ്റെ അവിടെ ഒരു പ്രേതം കിടപ്പുണ്ടെന്ന് പോയി കാവലിരിക്കും. നന്നായി. താൻ കുറച്ച് പേടിയുള്ള കൂട്ടത്തിലല്ലേ, അപ്പോൾ പ്രേതത്തിന് കാവലിരിക്കുമ്പോഴേ അതൊക്കെ അങ്ങ് മാറിക്കോളും, ശരിയായിക്കോളും. അല്ല സാറേ, പ്രേതത്തെക്കാളും വേറെ സ്ഥാനാർത്ഥിയാണ് സാറേ. പ്ലീസ് സാറേ. സ്ഥാനാർത്ഥിയെ ഞാൻ ഉണ്ടായിക്കോളാം, നീ പ്രേതത്തെ ഉണ്ടാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ശരി. അല്ല സാറേ, എന്താടോ സാറേ, ഈ പ്രേതത്തിന് എങ്ങനെയാ സാറേ കൂട്ടിരിക്കുന്നു? ഇങ്ങനെ പോ സാറേ, ചുമ്മാ എനിക്കാണ് പേടിയായിട്ട് വയ്യ. ഇനി ഞാനൊന്ന് പറയട്ടെ.